ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഇന്ന് ആദ്യം പഠിക്കേണ്ട പോർഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന പോർഷൻ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ? കറണ്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും പ്രപ്പോർഷനാണ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ. പിന്നീട് അതായത് ഓംസ് ലോയുടെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓംസ് ലോയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഓംസ് ലോയുടെ ഫസ്റ്റ് ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കാം. ഓംസ് ലോയിൽ VI ഗ്രാഫ്, വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഈസ് ലീനിയർ ഓൺലി ഫോർ സ്മോൾ വാല്യൂ ഓഫ് കറണ്ട്. അതായത് കറണ്ടിൻ്റെ ഒരു ചെറിയ കറണ്ടിൻ്റെ കേസിൽ മാത്രമേ വോൾട്ടേജും കറണ്ടും പ്രപ്പോർഷണൽ ആകത്തുള്ളൂ, അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആകത്തുള്ളൂ. വലിയ കറണ്ടിൻ്റെയൊക്കെ കേസിൽ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇങ്ങനെ പോകേണ്ട ഗ്രാഫ് മുകളിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതിന് കാരണം എന്താണെന്ന് നോക്കാം. അതായത് കറണ്ട് ഒരു പർട്ടിക്കുലർ വാല്യൂവിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടറിൽ ഹീറ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഹീറ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കൂടിയാൽ മെറ്റൽസിൻ്റെയും മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെയും ഒക്കെ റെസിസ്റ്റൻസ് കൂടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് കൂടിയാൽ എന്ത് സംഭവിക്കും? കറണ്ട് കുറയും. അങ്ങനെ നമ്മൾ ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത കറണ്ട് ആയിരിക്കത്തില്ല കിട്ടുന്നത്, അതിലും കുറഞ്ഞ കറണ്ട് ആയിരിക്കും കിട്ടുന്നത്. ഹെൻസ് VI ഗ്രാഫ് ഈസ് ലീനിയർ ഓൺലി ഫോർ സ്മോൾ വാല്യൂസ് ഓഫ് കറണ്ട്. അതാണ് ഓംസ് ലോയുടെ ഫസ്റ്റ് ലിമിറ്റേഷൻ. ഹെൻസ് V/I ഈസ് നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോയുടെ ലിമിറ്റേഷനെ കാണിക്കുന്ന ഗ്രാഫാണിത്. Then second limitation, semiconductors do not obey Ohm's law. സിലിക്കൺ, ജെർമേനിയം പോലുള്ള സെമി കണ്ടക്ടേഴ്സ് അവരൊന്നും ഓംസ് ലോ ഒബേ ചെയ്യില്ല. അവരുടെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല. Then third limitation, gases taken in discharge tube, they do not obey Ohm's law. അതായത് ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തിരിക്കുന്ന ഗ്യാസുകൾ, ഇതൊരു ഡിസ്ചാർജ് ട്യൂബാണെന്ന് നോക്കുക. ഇതിനകത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാസ് ഫില്ല് ചെയ്യുന്നു. ഈ ഗ്യാസിലൂടെ പോകുന്ന കറണ്ട് ഓംസ് ലോ ഒബേ ചെയ്യില്ല. നമ്മൾ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ചാർജ് ട്യൂബിൽ എടുത്തിരിക്കുന്ന ഗ്യാസിലൂടെ പോകുന്ന കറണ്ടൊന്നും ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. That means VI graph is not a straight line. Then fourth limitation, current through electrolyte do not obey Ohm's law. Electrolyte, നമ്മൾ ഇലക്ട്രോളിസിസ് ഒക്കെ നടക്കുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഉണ്ട് അല്ലേ? ഇപ്പോൾ സോഡിയം ക്ലോറൈഡ്, അതിനകത്തൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അപ്പോൾ സോഡിയം ക്ലോറൈഡിനെ നമുക്ക് ഇലക്ട്രോലൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഇലക്ട്രോലൈറ്റിലൂടെ പോകുന്ന കറണ്ട് ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ അവിടെ വിയും ഐയും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല. Then these are the limitations of Ohm's law. Then first one, VI graph is linear only for small value of current. Then second point, semiconductors or semiconductor materials do not obey Ohm's law. Then third point, current through gases taken in discharge tube, they do not obey Ohm's law. Then fourth point, current through electrolytes or current flowing through electrolytes do not obey Ohm's law. These are the four limitations of Ohm's law. അടുത്തതായി നമുക്ക് പഠിക്കേണ്ട പോർഷൻ ഓമിക് കണ്ടക്ടേഴ്സ് ആൻഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അപ്പോൾ എന്താണ് നോക്കുക? ഓമിക് കണ്ടക്ടേഴ്സ് പേര് തന്നെയുണ്ട്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ദെൻ കണ്ടക്ടേഴ്സ് വിച്ച് ഒബേ ഓംസ് ലോ ആർ നോൺ ആസ് ഓമിക് കണ്ടക്ടേഴ്സ്. എക്സാമ്പിൾ മെറ്റാലിക് കണ്ടക്ടേഴ്സ്. ദെൻ ഓമിക് കണ്ടക്ടേഴ്സിന് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ദെൻ നോൺ ഓമിക് കണ്ടക്ടേഴ്സ്, ദെൻ കണ്ടക്ടേഴ്സ് വിച്ച് ഡു നോട്ട് ഒബേ ഓംസ് ലോ ആർ നോൺ ആസ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സിനെയൊക്കെ നമ്മൾ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് സിലിക്കൺ, ജെർമേനിയം പോലുള്ള സെമി കണ്ടക്ടേഴ്സ്, പിന്നെ തൈറിസ്റ്റർ. ഇതൊക്കെ നോൺ ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ നോൺ ഓമിക് കണ്ടക്ടറായ സിലിക്കൺ, അതിൻ്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് ഈ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് പവർ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന പോർഷനാണ്. നമുക്കറിയാം ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ വീടുകളിൽ വരെ വരുന്നത് ട്രാൻസ്മിഷൻ ലൈനുകൾ വഴിയാണ്.
അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ലൈനുകളിൽ കുറച്ച് പവർ നഷ്ടപ്പെട്ടു. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? അതാണ് നമുക്കിനി അടുത്തത് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഒരു ഡിവൈസ് ഉണ്ട്. ദെൻ പവർ ഓഫ് ദിസ് ഡിവൈസ് ദാറ്റ് ഈസ് പി ആണ് ഈ ഡിവൈസിൻ്റെ പവർ. ഈ ഡിവൈസിലേക്ക് കറണ്ട് കൊണ്ടുവരുന്ന ട്രാൻസ്മിഷൻ ലൈനാണിത്. ഈ ട്രാൻസ്മിഷൻ ലൈൻ വഴിയാണ് ഈ കറണ്ട് വരുന്നത്. ഈ ട്രാൻസ്മിഷൻ ലൈൻ്റെ റെസിസ്റ്റൻസ് ആണ് RC. ഇതിനകത്തിൽ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് പവർ ലോസ് ഇതിനകത്തിലുണ്ടാവും. ആ പവർ ലോസ് ആണ് PC. ശരിക്കും ഇത് പവർ കൺസ്യൂം ചെയ്യാൻ പാടില്ല, പക്ഷേ ജൂൾസ് ലോ അനുസരിച്ച് H=I²RT അതനുസരിച്ച് കുറച്ച് ഹീറ്റ് എനർജി ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ നമ്മുടെ കുറച്ച് എനർജി നഷ്ടപ്പെട്ടു പോകും ഈ കണ്ടക്ഷൻ ലൈനിൽ. ദെൻ ദാറ്റ് പവർ ഈസ് PC. അങ്ങനെയാണെങ്കിൽ ഈ P എന്ന് പറയുന്ന പവറുള്ള ഡിവൈസിന് വർക്ക് ചെയ്യാൻ എത്ര കറണ്ട് വേണം? നമുക്കറിയാം പവർ PC = V × I. ദെൻ കറണ്ട് I = P/E. ഇത്രയും കറണ്ട് വേണം ഇതിന് വർക്ക് ചെയ്യാൻ. ഈ കറണ്ട് ഈ ട്രാൻസ്മിഷൻ ലൈൻ വഴിയാണ് വരുന്നത്, കറണ്ട് I. അങ്ങനെയാണെങ്കിൽ ഇതിലുണ്ടാകുന്ന പവർ ലോസ്, ദെൻ പവർ PC = I²R എന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ ട്രാൻസ്മിഷൻ ലൈനിൽ ഉണ്ടാകുന്ന പവർ ലോസ് ദാറ്റ് ഈസ് PC = I² × RC. ഈ കണ്ടക്ഷൻ ലൈൻ്റെ റെസിസ്റ്റൻസ് ആണ് RC. ഈ കറണ്ട്, അതായത് ഈ ഡിവൈസിന് ആവശ്യമായുള്ള കറണ്ട് I = P/V ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ PC = P² P/V, ദെൻ P²/V² × RC. That means then PC, power loss in this conduction line, PC is proportional to 1/V². എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ഷൻ ലൈനിന് ക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് പവർ ലോസ്. പവർ വേസ്റ്റഡ് ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി വോൾട്ടേജ്. അതായത് ഒരു ട്രാൻസ്മിഷൻ ലൈനിൽ പവർ വേസ്റ്റ് ആകുന്നത് വോൾട്ടേജിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ ഹൈ വോൾട്ടേജ് കൊടുത്താൽ പവർ ലോസ് കുറയും. അതുകൊണ്ട് നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് ഇലക്ട്രിക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ടിലാണ്. ഹൈ വോൾട്ടേജ് ലോ കറണ്ട് കുറഞ്ഞാൽ ജൂൾസ് ലോ അനുസരിച്ച് ഈ കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ എമൗണ്ടും കുറയും. നമ്മൾ പവർ സ്റ്റേഷനിൽ സാധാരണ ചെയ്യുന്നത് 11 kV കറണ്ടാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഒരു 220 kV ആയിട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ വീടിനടുത്തുള്ള സബ് സ്റ്റേഷനിലേക്കൊക്കെ കറണ്ടിനെ അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലോങ് ഡിസ്റ്റൻസ് പവർ ട്രാൻസ്മിഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ലോ കറണ്ടും ഹൈ വോൾട്ടേജുമാണ്. അതായത് ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ പവർ ലോസ് കുറവായിരിക്കും.